ഒരു നേഴ്സ് ഒരിക്കലും മറക്കരുതാത്ത ആൻറ്റി സൈക്കോട്ടിക് എമർജൻസി. സപ്പോസ് നിങ്ങൾ ആൻറ്റി സൈക്കോട്ടിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് ഒരു പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യാനിരിക്കട്ടെ. പെട്ടെന്ന് ആ പേഷ്യൻറ്റിൻ്റെ ടെമ്പറേച്ചറൊക്കെ കൂടുന്നു, മസിൽസ് എല്ലാം റിജിഡ് ആകുന്നു, ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്നിരിക്കട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ന്യൂറോലിപ്റ്റിക് മാലിഗ്നൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. എന്താണ് ന്യൂറോലിപ്റ്റിക് മാലിഗ്നൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്? ആൻറ്റി സൈക്കോട്ടിക് മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ന്യൂറോലിപ്റ്റിക് മാലിഗ്നൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് പല സാഹചര്യങ്ങളിലുണ്ടാകാം. ആൻറ്റി സൈക്കോട്ടിക് മെഡിക്കേഷൻസ് കൊടുക്കുന്ന ഇനിഷ്യൽ സ്റ്റേജിൽ ഈ സിംറ്റംസ് കാണിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് ഇൻക്രീസ് ആകുമ്പോൾ ഈ സിംറ്റംസ് കാണിക്കാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒരു സിംറ്റംസ് കാണിക്കാം, അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ സിംറ്റംസ് കാണിക്കാം. ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ NCLEX RN, DHA, ഹാർഡ്, പ്രോമെട്രിക് തുടങ്ങിയ എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ന്യൂറോലിപ്റ്റിക് മാലിഗ്നൻറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ അസസ്മെൻറ്റ്സ്, അതിൻ്റെ ഇൻ്റർവെൻഷൻസ് എന്താണെന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ വായിച്ച് നോക്കുക, പഠിക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.